Hello, good morning, all. Today we are going to discuss about customer value hierarchy. Now, this is a chapter which is coming under the creating value to the customers by the companies, which is your second chapter, which deals with the product management. How the company have to manage the product and to create value to the customers. So, first of all, we should understand what is the hierarchy of customer value. Now, see, this creating value to the customer is very much related to the satisfaction level of the customers, right? So, the meaning of creating value or customer value is that how much satisfaction a customer is getting out of the product which he or she buys. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റിൽ നിന്ന് കസ്റ്റമർക്ക് എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ദ വാല്യൂ വിൽ ബി റൈറ്റ്. സോ വാല്യൂ ദാറ്റ് ബിസിനസ് അച്ചീവ് ഡ്യൂ ടു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് കമ്പനിക്ക് കിട്ടുന്ന വാല്യൂ ക്രിയേഷൻ അല്ലെങ്കിൽ കമ്പനിക്ക് കിട്ടുന്ന ഒരു മൂല്യം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് നോൺ ആസ് ദ വാല്യൂ ക്രിയേഷൻ, റൈറ്റ്. അപ്പോൾ നൗ ഡേയ്സ് ദ കസ്റ്റമേഴ്സ് ആർ ട്രൈയിങ് മോർ ടു ക്രിയേറ്റ് വാല്യൂ റാദർ ദാൻ പ്രോഫിറ്റ് ബിക്കോസ് they do believe that in the long run only the creation of value will support them, not the profit. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം നേച്ചർ ആസ്പെക്റ്റ് ആണെന്നും വാല്യൂ ക്രിയേഷൻ ഒരു ലോങ് ടേം ആസ്പെക്റ്റ് ആണെന്നുമാണ് ഇപ്പോൾ ഒരു പുതിയ കോൺസെപ്റ്റ്, റൈറ്റ്. അതുകൊണ്ടാണ് ഈ വാല്യൂ ക്രിയേഷൻ ഇപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. നൗ സീ ദർ ആർ 5 ലെവൽസ് ഓഫ് ഹൈറാർക്കി വിച്ച് വി ഓൾറെഡി ലേൺഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു 5 ലെവലില്ലേ, നിങ്ങൾ കുറേ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു തന്നു, റൈറ്റ്. ആ ലെവൽസ് ഓരോ ലെവലും കസ്റ്റമർക്ക് ഓരോ സാറ്റിസ്ഫാക്ഷനെ കൊടുക്കണം, ഇസ്ന്റ് ഇറ്റ്? ദാറ്റ് ഈസ് ആൻ അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമർ ഇസ് ഗെറ്റിംഗ്. ഫസ്റ്റ് ലെവലിൽ കോർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ജനറിക് ലെവൽ വന്നു, എക്സ്പെക്റ്റഡ് ലെവൽ വന്നു, ആഗ്മെൻറ്റഡ് ലെവൽ വന്നു. ഓരോ ലെവൽ ആഡ് ചെയ്യുമ്പോഴും നമ്മളൊരു ഹോട്ടലിൻ്റെ എക്സാമ്പിളൊക്കെ പറഞ്ഞു. We told about the hotel and the services that is rendered by the hotel, isn't it? At last somebody told that if we get a traveling service from the hotel we will be more delighted, right? അപ്പോൾ എന്തായി, കസ്റ്റമർ ഡിലൈറ്റഡ് ആയി. അൺഎക്സ്പെക്റ്റഡ് കാര്യം കൂടി കിട്ടുമ്പോഴേക്കും അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഹൈ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാല്യൂ ക്രിയേഷൻ ഇൻക്രീസസ്. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർ വാല്യൂ ക്രിയേഷൻ്റെ 5 ഹൈറാർക്കി ലെവലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പ്രോഡക്റ്റ് ലെവൽസ് എന്ന് പറഞ്ഞ് പഠിച്ചത്. സത്യത്തിൽ വാല്യൂ ക്രിയേഷൻ ലെവൽസ് തന്നെയാണ്, റൈറ്റ്. Now the elements of value fall into 4 categories, that is functional, emotional, life changing and social impact. ഇതിൽ ഏത് രീതിയിലും ഫങ്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പ്രൊവൈഡിങ് സർട്ടൺ ബേസിക് ബെനിഫിറ്റ്സ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷണൽ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, റൈറ്റ്. ആൻഡ് ഇമോഷണൽ മീൻസ് വി വിൽ ബി ഇമോഷണലി അറ്റാച്ച്ഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. അതല്ലെങ്കിൽ അത് കൊണ്ടുവരുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ തന്നെ മാറ്റം വരുന്ന രീതിയിൽ, ലൈഫ് സ്റ്റൈല് തന്നെ മാറുന്ന രീതിയിലായിരിക്കാം. അതല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് വരുന്ന പ്രൊഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എലമെൻ്റ് ആയിരിക്കാം, റൈറ്റ്. അപ്പോൾ ദി ബെനിഫിറ്റ്സ് ദാറ്റ് യു ആർ ഗെറ്റിംഗ് ക്യാൻ ബി ഐദർ ബേസ്ഡ് ഓൺ ദ ഫങ്ഷണൽ ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ ഇമോഷണൽ ആയിരിക്കാം, അല്ലെങ്കിൽ ലൈഫ് ചേഞ്ചിങ് ആയിരിക്കാം, ഓർ സോഷ്യൽ ഇമ്പാക്റ്റ് ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് മേ ബി, these changes will bring a satisfaction to the customer, and depending upon the satisfaction that the customer gets, the value will be created, right? അതാണ് വാല്യൂ ക്രിയേഷൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ സി, ക്രിയേറ്റിംഗ് വാല്യൂ ക്രിയേഷൻ റെഫേഴ്സ് ടു ജനറേറ്റിംഗ് വാല്യൂ ഫോർ എ പ്രോഡക്റ്റ് ബൈ ബ്രിങ്ങിങ് ക്വാളിറ്റി ഗുഡ്സ്. ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഓൺലി ഇഫ് ദ കമ്പനി ബ്രിങ്സ് ക്വാളിറ്റി ഗുഡ്സ് ദർ വിൽ ബി value creation, and making the customer aware of the products and their availability at affordable and reasonable price. The product should be available and it should be available at reasonable price also. ക്വാളിറ്റി മാത്രം കാര്യമില്ല, കസ്റ്റമർക്ക് അത് കൃത്യസമയത്ത് അവരുദ്ദേശിക്കുന്ന ഒരു റേറ്റിന് കിട്ടും വേണം. അപ്പോഴാണ് വാല്യൂ ക്രിയേഷൻ നടക്കുന്നത്, റൈറ്റ്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത്, a farmer being use all the resources like land, equipment, water, sunlight, etc. to grow onions, right? അപ്പോൾ എല്ലാ റിസോഴ്സസും യൂസ് ചെയ്തിട്ട് കറക്റ്റായ രീതിയിൽ ഓണിയൻ പ്രിപ്പറേഷൻ നടത്തുന്ന ഒരു ഫാർമർ,
That is an example of creating value. And another concept related to this is capturing value. What is the difference between creating value and capturing value? There is only slight difference between this. Creating value means it relates to the product. പ്രൊഡക്റ്റ് ത്രൂ ആണ് എന്ത് ചെയ്യണേ, വാല്യൂ ക്രിയേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റിൽ നിങ്ങൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ കമ്പനി മാക്സിമം ബെനിഫിറ്റ്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ദർ ഹാപ്പൻസ് വാല്യൂ creation, right? Now comes the capturing value. Now what is capturing value? Capturing value ആകുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഫ്രം പ്രോഡക്റ്റ് ഇറ്റ് ഷിഫ്റ്റ്സ് ടു ദി കസ്റ്റമർ, റൈറ്റ്? ക്രിയേറ്റിംഗ് വാല്യൂ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, ഈ കോൺസെപ്റ്റ് തമ്മിലുള്ള വ്യത്യാസമാണ്. ക്രിയേറ്റിംഗ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ് റിലേറ്റ്സ് ടു ദി പ്രോഡക്റ്റ്. ക്യാപ്ചറിങ് വാല്യൂ മീൻസ് ഇറ്റ് റിലേറ്റ്സ് ടു ദി കസ്റ്റമർ, റൈറ്റ്? അപ്പോൾ ക്രിയേറ്റിംഗ് വാല്യൂ, ഇഫ് ദ കമ്പനി വാണ്ട്സ് ടു ക്രിയേറ്റ് വാല്യൂ, കമ്പനി ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ ദി പ്രോഡക്റ്റ്, എന്നിട്ട് മാക്സിമം ബെനിഫിറ്റ്സ് പ്രോഡക്റ്റിക്ക് അറ്റാച്ച് ചെയ്യുക. ഇഫ് ദി കമ്പനി വാണ്ട്സ് ടു ക്യാപ്ചർ വാല്യൂ, ഈ പ്രൊഡക്റ്റിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്താൽ പോരാ, കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്യണം. അതുകൊണ്ട് ക്യാപ്ചറിങ് വാല്യൂ ഇസ് അസോസിയേറ്റഡ് വിത്ത് കസ്റ്റമർ, റൈറ്റ്? അപ്പോൾ ക്യാപ്ചറിങ് കസ്റ്റമേഴ്സ് ത്രൂ അട്രാക്റ്റിംഗ് ദം ടു പ്രൊഡക്ട്സ്. അവരെന്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക? പ്രൊഡക്ട്സിലേക്ക് അട്രാക്റ്റ് ചെയ്യണം. റീസണബിൾ പ്രൈസിന് അവർക്ക് കൊടുക്കണം. കമ്പനി മാർക്കറ്റ് ഷെയർ, മാക്സിമം മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കണം. ലൈക്ക് യു നോ ദിസ് ജിയോ സിം, നമ്മൾ ഇത്രയും കാലം എയർടെല്ലും ഐഡിയ ഒക്കെ യൂസ് ചെയ്തിരുന്ന ആൾക്കാരൊക്കെ അതിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് എവിടേക്ക് പോയി? ജിയോ ഇറക്കിയ സമയം കൊണ്ട് തന്നെ എല്ലാവരും, മെനി ഓഫ് ദി കസ്റ്റമേഴ്സ് ഷിഫ്റ്റഡ് ടു ജിയോ, ഇസ്ന്റ് ഇറ്റ്? അത്ര അധികം അവർക്ക് ഡിമാൻഡ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവരെന്ത് ചെയ്തു? മാർക്കറ്റ് ക്യാപ്ചർ ചെയ്തു, റൈറ്റ്? അപ്പോൾ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ മീൻസ് വാല്യൂ ക്യാപ്ചർ ചെയ്തു, കസ്റ്റമേഴ്സിനെ ക്യാപ്ചർ ചെയ്തു എന്ന്, കസ്റ്റമേഴ്സിനെ കയ്യിലെടുത്തു എന്ന് അർത്ഥം. The value of the entire stream of purchases that the customer would make over a lifetime of patronage. അപ്പോൾ നമുക്കറിയാണ്ട് തന്നെ വി ഹാവ് എ പാട്രണേജ് ടു ദ റിലയൻസ്. അംബാനി ഗ്രൂപ്പിനോട് അല്ലെങ്കിൽ റിലയൻസിനോട് നമുക്കൊരു പാട്രണേജ് ഉണ്ട്. അപ്പോൾ അവർ ഇറക്കുന്ന പ്രോഡക്റ്റൊക്കെ അത്രയും നന്നായിരിക്കും നമുക്കൊരു വിശ്വാസമാണ്. സോ പീപ്പിൾ വിൽ ബി റെഡി ടു സ്വിച്ച് ഓവർ ടു ദാറ്റ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, ഇസ്ന്റ് ഇറ്റ്? അതാണ് ഈ ക്യാപ്ചറിങ് വാല്യൂ എന്ന് പറയുന്നത്, റൈറ്റ്? സോ ദീസ് ആർ ദ ടു കോൺസെപ്റ്റ്സ് വിച്ച് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ക്രിയേറ്റിംഗ് വാല്യൂ വിച്ച് റിലേറ്റ്സ് ടു ദ പ്രോഡക്റ്റ്, അതിൻ്റെ 5 ഹൈറാർക്കി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ലെവൽസ് ആണ്. പിന്നെ ക്യാപ്ചറിങ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ് റിലേറ്റ്സ് ടു ദ കസ്റ്റമേഴ്സ് ആൻഡ് യു ഷുഡ് ട്രൈ ടു capture the customers and retain them and make them loyal customers, right? Now another one topic which we will discuss is classification of the products. Productsനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളത് കൂടി ഇന്ന് നോക്കാം. ഇതിൽ 2 ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ പറയുന്നത്. വൺ ഇസ് ഓൺ ദ ബേസിസ് ഓഫ് tangibility, as you all know, something which you can ഫീൽ അല്ലെങ്കിൽ സെൻസ് ചെയ്യാൻ പറ്റുന്നത്, ഫീൽ ചെയ്യാൻ, ടച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? ടാഞ്ചിബിൾ എന്ന് പറയുക. യു ക്യാൻ സീ അല്ലെങ്കിൽ യു ക്യാൻ ടച്ച്, നമുക്ക് തൊട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, റൈറ്റ്? അപ്പോൾ ടാഞ്ചിബിൾ ഗുഡ്സും ഉണ്ട്, അതേസമയം ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സോ അല്ലെങ്കിൽ സർവീസസ് ആർ ഓൾസോ ദർ, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ സീ ടാഞ്ചിബിൾ ഗുഡ്സ്. നൗ ടാഞ്ചിബിൾ ഗുഡ്സ്, യു നോ, ദോസ് ഗുഡ്സ് വിച്ച് യു ക്യാൻ ടച്ച്, റൈറ്റ്? നിങ്ങൾക്ക് കൃത്യമായി കാണും, ടച്ച് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റുന്നതിന് ടാഞ്ചിബിൾ ഗുഡ്സ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സിനെയൊക്കെ യു ക്യാൻ ക്ലാസിഫൈ ലൈക്ക് ദിസ്, റൈറ്റ്? ദാറ്റ് ഈസ് ഡ്യൂറബിൾ ഗുഡ്സ് ലൈക്ക് ടി വി, ഫർണിച്ചർ. അപ്പോൾ ടാഞ്ചിബിൾ ഗുഡ്സിനെ തന്നെ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. യു ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു ഡ്യൂറബിൾ ഗുഡ്സ് ആൻഡ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. ഡ്യൂറബിൾ മീൻസ് ടി വി, ഫർണിച്ചർ, റെഫ്രിജറേറ്റർ എക്സെട്ര. ഇനി നോൺ ഡ്യൂറബിൾ പറഞ്ഞാൽ എന്താ? സോപ്പ്, വെജിറ്റബിൾസ്, പേസ്റ്റ്. അതൊക്കെ എന്താ വെച്ചാൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കഴിഞ്ഞു പോകുമല്ലോ. പേസ്റ്റൊക്കെ ആ ഒരു അത് കഴിയണവരല്ല, ട്യൂബ് എപ്പോൾ കഴിയണോ അത് കഴിഞ്ഞു, റൈറ്റ്? സോപ്പ് കുറച്ച് യൂസ് ചെയ്താൽ തേഞ്ഞു പോകും, റൈറ്റ്? അങ്ങനെ പോകുന്ന പെറിഷബിളായിട്ടും പോകുന്ന ഏതൊരു ഐറ്റവും യു ക്യാൻ കോൾ ഇറ്റ് ആസ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഡ്യൂറബിളായ ഗുഡ്സ് പറഞ്ഞാൽ കുറേ കാലം നിൽക്കുന്നത്. ഇപ്പോൾ ടി വി ഒക്കെ വാങ്ങിയാൽ എല്ലാ മാസവും നമ്മൾ ടി വി വാങ്ങില്ലല്ലോ, ആഴ്ചയിൽ ടി വി വാങ്ങില്ല, ഇസ്ന്റ് ഇറ്റ്? സോ ദോസ് ആർ ഡ്യൂറബിൾ ഗുഡ്സ് ആൻഡ് ദ അതർ വൺ ഇസ് non-durable goods, right? This is on the basis of tangibility. Goods can be classified into tangible and intangible. Tangible can be divided into durable and non-durable. Intangible നമുക്ക് എന്ത് പറയാം? അപ്പം ലൈഫ് ഇൻഷുറൻസ് പോളിസി, ദാറ്റ് ഇസ് എ പ്രോഡക്റ്റ്, ഇസ്ന്റ് ഇറ്റ്? LIC പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടല്ലേ അവർ ഇറക്കുക, LICയുടെ എല്ലാ പ്രോഡക്ട്സും. ഈ പ്രോഡക്ട്സ് നമുക്ക് തൊട്ടാക്കാനൊന്നും പറ്റില്ല, ഇറ്റ്സ് എ പോളിസി. ആ ഡോക്യുമെൻ്റ് തൊടാമെന്നല്ലാതെ
അതിൽ നിന്ന് കിട്ടുന്ന സർവീസ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് നമുക്ക് തൊടാൻ പറ്റില്ല, റൈറ്റ്? അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ ടാഞ്ചിബിൾ പ്രോഡക്റ്റ്, ഇറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ പ്രോഡക്ട്സ്. പിന്നെ അല്ലെങ്കിൽ ബാങ്കിങ് സർവീസസ്, ഓൾ ദ സർവീസസ് റെൻഡേർഡ് ബൈ ബാങ്ക്സ് ഇസ് കൺസിഡേർഡ് ടു ബി ആൻ ഇൻടാഞ്ചിബിൾ സർവീസ്, റൈറ്റ്? അത് സർവീസ് സെക്ടറാണ്. ഈ ലൈഫ് ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്ന പ്രോഡക്ട്സ് ഒക്കെ ഇൻടാഞ്ചിബിൾ പ്രോഡക്ട്സ്. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. നൗ ഓൺ ദ ബേസിസ് ഓഫ് പർച്ചേസ്, ഇനി പർച്ചേസിൻ്റെ ബേസിൽ യു ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ലൈക്ക് ഫസ്റ്റ് കാറ്റഗറി ഈസ് കൺസ്യൂമർ ഗുഡ്സ്. രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഒന്ന് കൺസ്യൂമർ ഗുഡ്സും പിന്നെ ഇവിടെയാണ് വരുന്നത് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. ഈ റെഡ് മാർക്ക് ചെയ്ത രണ്ടെണ്ണം, ഓക്കെ? വൺ ഇസ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ദ അതർ വൺ ഇസ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. നൗ സി കൺസ്യൂമർ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദോസ് ഗുഡ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ. ഒരാൾ ഒരു പർച്ചേസ് ചെയ്യണം, ഒരു സാധനം വാങ്ങുകയാണ്. ഇപ്പോൾ നിങ്ങൾ മുട്ട വാങ്ങി, റൈറ്റ്? ഇഫ് യു ആർ പർച്ചേസിങ് എഗ്ഗ് വാങ്ങുന്നത് എന്തിനാ? കഴിക്കാൻ, റൈറ്റ്? അപ്പോൾ നിങ്ങളത് കൺസ്യൂം ചെയ്യാനാണ് വാങ്ങുന്നത്, റൈറ്റ്? അങ്ങനെ വാങ്ങുന്ന ഗുഡ്സിനെയാണ് യു ക്യാൻ കോൾ ഇറ്റ് ആസ് ദി കൺസ്യൂമർ ഗുഡ്സ് വിച്ച് ഇസ് പർച്ചേസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ എസ്പെഷ്യലി ബൈ ദി ഹൗസ് ഹോൾഡ്സ്. സാധാരണ ഹൗസ് ഹോൾഡ്സാണ് ഇത് വാങ്ങാറ്. ഇനി അങ്ങനത്തെ ഗുഡ്സിനെ നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏത്? കൺസ്യൂമർ ഗുഡ്സ് ക്യാൻ അഗെയിൻ ബി ഡിവൈഡഡ് ഇൻ ടു കൺവീനിയൻറ്റ് ഗുഡ്സ്, ഷോപ്പിംഗ് ഗുഡ്സ്, സ്പെഷ്യാലിറ്റി ഗുഡ്സ് ആൻഡ് അൺസോട്ട് ഗുഡ്സ്. ക്ലിയർ ആയോ? കൺസ്യൂമർ ഗുഡ്സ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു കൺവീനിയൻറ്റ് ഗുഡ്സ്, ഷോപ്പിംഗ് ഗുഡ്സ്, സ്പെഷ്യാലിറ്റി ഗുഡ്സ് ആൻഡ് അൺസോട്ട് ഗുഡ്സ്, റൈറ്റ്? നൗ സീ വാട്ട് ഈസ് കൺവീനിയൻറ്റ് ഗുഡ്സ്. കൺവീനിയൻറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ഗുഡ്സ് വിച്ച് ആർ യു ബൈയിങ് ഓൺ റെഗുലർ ബേസിസ്. നമുക്ക് ഓടിപ്പോയി വാങ്ങിയിട്ട് വലിയ കുറേ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് ഓടിച്ചില്ല, ഒട്ടുമിക്ക കടകളിൽ ഇത് കിട്ടും. അപ്പോൾ ഓടിപ്പോവുക, വാങ്ങുക, തിരിച്ചു വരിക. അങ്ങനെ നമ്മൾ ചെയ്യുന്ന വളരെ കൺവീനിയൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സിനെയാണ് യു ക്യാൻ കോൾ ഇറ്റ് ആസ് കൺവീനിയൻറ്റ് ഗുഡ്സ്. നോർമലി ദീസ് ആർ ഫ്രീക്വൻ്റ്ലി പർച്ചേസ്ഡ്, അല്ലെങ്കിൽ യു ക്യാൻ പർച്ചേസ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി വിത്തൗട്ട് ഫർദർ തോട്ട്. അധികം ഇതിൽ ആലോചിക്കുക അല്ലെങ്കിൽ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, റൈറ്റ്? Convenient goods can be three types. In a convenient goods, again you can divide into three. ഏതൊക്കെ? First one is staple goods. Staple goods are those goods which are purchased on regular basis. Regular basis നിങ്ങൾ പോയി വാങ്ങുന്ന പച്ചക്കറിയൊക്കെ അല്ലേ, അതിനൊക്കെയാണ് സ്റ്റേപ്പിൾ ഗുഡ്സ് എന്ന് പറയുക, റൈറ്റ്? അതെന്തായാലും നിങ്ങൾ സ്ഥിരമായി വാങ്ങിക്കൊണ്ടിരിക്കണം. പാല്, പച്ചക്കറി, അങ്ങനത്തെ. ഇമ്പൾസ് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് യു വിൽ പർച്ചേസ് വിത്തൗട്ട് മച്ച് പ്ലാനിങ്, റൈറ്റ്? വലിയ പ്ലാനിങ് ഒന്നുമില്ല. അപ്പം നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ കയറി, അല്ലെങ്കിൽ നിങ്ങളിവിടെ വാട്ട് ഇസ് ഇറ്റ്, ഒരു ഷോപ്പിംഗ് മാൾ ഏതെങ്കിലും, ജാംജൂം ഇസ്ന്റ് ഇറ്റ്, ജാംജൂമിൽ കയറി, റൈറ്റ്? അപ്പോൾ എനിക്ക് എപ്പോഴും വായാലും എനിക്ക് ബിഗ് ബസാർ എന്നാണ് വാങ്ങുക വരിക. ഈ ഭാഗത്താണ് ഈ ജാംജൂം അധികം പോപ്പുലർ. കുറച്ചുകൂടിയും ഇഫ് യു ഗോ ടു ദ മിഡിൽ കേരള ആൻഡ് ഓൾ നമുക്ക് ബിഗ് ബസാറാണ് കൂടുതൽ അവിടെ കാണാറ്. അതുകൊണ്ട് എൻ്റെ വായിൽ പെട്ടെന്ന് അതാ വരിക, റൈറ്റ്? ജാംജൂം ഇസ് എ പ്ലേസ് വേർ യു വിൽ ഗോ ആൻഡ് യു വിൽ വലിയ ആലോചനയൊന്നുമില്ല. അത് അവിടെ കാണുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും, അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും അട്രാക്റ്റീവായിട്ടൊരു പുതിയൊരു സ്റ്റേഷനറി ഐറ്റം കണ്ടാൽ നമ്മളത് വലിയ തിങ്കിങ് ഒന്നും ഇല്ലാതെ നമ്മൾ ബാസ്ക്കറ്റിലേക്ക് ഇടും, ഇസ്ന്റ് ഇറ്റ്? അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ പോയി വാങ്ങി വരുന്ന ഐറ്റത്തിനെയാണ് യു ക്യാൻ കോൾ ഇറ്റ് ആസ് ഇമ്പൾസ് ഗുഡ്സ്, റൈറ്റ്? വാട്ട് എവർ ഇറ്റ് മേ ബി സർട്ടൻ ടവൽസ്, അല്ലെങ്കിൽ സർട്ടൻ ക്രോക്കറി ഐറ്റംസ്. നല്ല ഭംഗിയുള്ള ഒരു കപ്പ് കണ്ടു, റൈറ്റ്? യു മേ ബി ബൈയിങ് ഇറ്റ്, ഇസ്ന്റ് ഇറ്റ്? നിങ്ങൾ കപ്പ് വാങ്ങാൻ വേണ്ടി അവിടെ പോയതല്ല, പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്ത് കണ്ടു? നല്ലൊരു ടീ കപ്പ് കണ്ടപ്പോൾ അതിൻ്റെ ഭംഗി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? അത് വാങ്ങി. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഇമ്പൾസ് ഗുഡ്സ്, റൈറ്റ്? അപ്പോൾ തോന്നുന്ന ഒരു ഇമ്പൾസ് കാരണം യു ആർ ബൈയിങ് ഇറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് എമർജൻസി ഗുഡ്സ്, റൈറ്റ്? എമർജൻസി ഗുഡ്സ് ടെൽസ് യു അബൌട്ട് ദ അർജൻറ്റ് നീഡ്സ്. അതും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ പോയി പെട്ടെന്ന് വാങ്ങിയൊക്കെ വരാം, പക്ഷെ അത് ദർ ഇസ് എ നീഡ് ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് പനി വന്നു, പാരസിറ്റമോൾ വാങ്ങണം, നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയി പാരസിറ്റമോൾ വാങ്ങി വന്നു, ഇസ്ന്റ് ഇറ്റ്? അല്ലാതെ പിന്നെ നിങ്ങൾ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ആലോചിച്ച് പാരസിറ്റമോൾ വാങ്ങണോ, ഡോളോ 650 വാങ്ങണോ, 350 വാങ്ങണോ എന്ന് ആലോചിച്ച് നമ്മൾ 2 മണിക്കൂർ കളയില്ല, ഇസ്ന്റ് ഇറ്റ്? ഇറ്റ് ഇസ് എൻ അർജൻറ്റ് നീഡ്. അപ്പോൾ നേരെ പോയി വാങ്ങി, നിങ്ങൾ പോയി വിക്സ് വാങ്ങി വരിക, ലൈക്ക് ദാറ്റ് മെഡിക്കൽ തിങ്സ്. അങ്ങനെ ഒരു അർജൻസി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വാങ്ങുന്ന ഐറ്റംസ്. ഇതൊക്കെ കൺവീനിയൻ്റായി നമുക്ക് കിട്ടുകയും ചെയ്യും, ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ വാങ്ങുകയും ചെയ്യും. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു, റൈറ്റ്? സോ കൺസ്യൂമർ ഗുഡ്സിലെ ഫസ്റ്റ് കാറ്റഗറി ഈസ് കൺവീനിയൻറ്റ് ഗുഡ്സ്. ഇറ്റ് ക്യാൻ അഗെയിൻ ബി ഡിവൈഡഡ് ഇൻ ടു സ്റ്റേപ്പിൾ ഗുഡ്സ്, impulse goods and
എമർജൻസി ഗുഡ്സ്. ഇതിൻ്റെയൊക്കെ ഓരോ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. വെൻ യു ആർ റൈറ്റിംഗ് ദ എക്സാം യു ഷുഡ് കോട്ട് ദ എക്സാമ്പിൾസ് ഓൾസോ. Now see, second category is shopping goods. Shopping goods means normally if you are going for a shopping, അപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് പോവുക നമുക്കൊരു ചെറിയ പ്ലാനൊക്കെ ഉണ്ടായിരിക്കും, റൈറ്റ്? അപ്പോൾ യു വിൽ ബി ഡൂയിങ് എ കമ്പാരിറ്റീവ് അനാലിസിസ്. അപ്പോൾ നിങ്ങൾക്ക് ചെരുപ്പ് വാങ്ങണം, ബാഗ് വാങ്ങണം. ഈവൻ അത് നമ്മൾ എന്ത് ചെയ്യില്ല, കൺവീനിയൻറ്റ് ഗുഡ്സ് പോലെ ഓടിപ്പോയിട്ടാണ് വാങ്ങി വരില്ല. അപ്പോൾ യു വിൽ ബി മേക്കിംഗ് എ കമ്പാരിസൺ, ഇസ്ൻ്റ് ഇറ്റ്? നിങ്ങൾ പ്രൈസ് നോക്കും, അതിൻ്റെ ക്വാളിറ്റി നോക്കും, ഡ്യൂറബിലിറ്റി നോക്കും. ഇതൊക്കെ നോക്കിയിട്ടേ നിങ്ങൾ വാങ്ങുള്ളൂ. അല്ലെങ്കിൽ ബ്രാൻഡ് നോക്കും. ഇഫ് യു വോണ്ട് ടു ബൈ എ വുഡ്ലാൻഡിൻ്റെ ബാഗ് വാങ്ങണോ, നൈക്കിൻ്റെ ബാഗ് വാങ്ങണോ എന്നൊക്കെ ഒന്നുകൂടി ചിന്തിക്കും, ഇസ്ൻ്റ് ഇറ്റ്? ഓൺലി ആഫ്റ്റർ തിങ്കിങ് യു വിൽ ബൈ ദ ബാഗ്, റൈറ്റ്? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഇഫ് യു ആർ ബൈയിങ് ഡ്യൂറബിൾസ് ലൈക്ക് ടെലിവിഷൻ, ഫർണിച്ചർ, അവിടെയൊക്കെ എന്താണ്, ദോസ് ഗുഡ്സ് നീഡ് എ കമ്പാരിറ്റീവ് അനാലിസിസ് ആൻഡ് ഇറ്റ് വിൽ ടേക്ക് എ ലിറ്റിൽ ബിറ്റ് ടൈം. Customer will spend a little bit time to think about the product and then only he will take a decision. അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ സോപ്പ് വാങ്ങണ പോലെ ഓടിപ്പോയി വാങ്ങില്ല. അങ്ങനത്തെ പ്രോഡക്ട്സിനെയാണ് നമുക്ക് എന്ത് പറയുക, ഷോപ്പിംഗ് ഗുഡ്സ്. Now the next category is സ്പെഷ്യാലിറ്റി ഗുഡ്സ്. സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് ഗുഡ്സ് പോലെയും പോയി വാങ്ങില്ല. നമുക്ക് ഇഫ് യു ഹാവ് എ സ്പെസിഫിക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഫോർ ദാറ്റ് then only you will buy it. Like ജ്വല്ലറി, ഗോൾഡ് എല്ലാവരും വാങ്ങിക്കൊള്ളുന്നില്ല, ചിലർക്ക് ഗോൾഡ് ഇഷ്ടമല്ല, അപ്പോൾ അവർ വാങ്ങില്ല, റൈറ്റ്? കാറ് ചിലർക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല, അപ്പോൾ അവർ കാറ് വാങ്ങില്ല. ദേ വിൽ പ്രിഫർ ടു ബൈ ബൈക്ക്, ഇസ്ൻ്റ് ഇറ്റ്? കാറിനേക്കാൾ വിലയുള്ള ബൈക്കുകളുണ്ടല്ലോ. അപ്പോൾ ചിലരുടെ ഇഷ്ടമാണ് അവർക്ക് കാറിനേക്കാൾ, ദേ വോണ്ട് ആസ് ദ സ്റ്റാറ്റസ് കോ, അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യം. അത് കാരണം ദേ വിൽ ബി ബൈയിങ് ബൈക്ക്. ആ ബൈക്ക് വാങ്ങണ കാശ് കൊണ്ട് തന്നെ ചില ബ്രാൻഡഡ് ബൈക്സൊക്കെ ആ റേറ്റ് മതി ഒരു കാർ വാങ്ങാൻ, ഇസ്ൻ്റ് ഇറ്റ്? ബട്ട് സ്റ്റിൽ പീപ്പിൾ പ്രിഫർ ടു ബൈ ബൈക്ക്, റൈറ്റ്? അപ്പോൾ ആ ഒരു പ്രിഫറൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഗുഡ്സിനെയാണ് യു ക്യാൻ കോൾ ഇറ്റ് ആസ് സ്പെഷ്യാലിറ്റി ഗുഡ്സ്. ദർ വിൽ ബി എ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഫോർ ദ കസ്റ്റമർ ടു ബൈ ഇറ്റ്. ഒരു സ്പെസിഫിക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, നീഡ്, ഒരു ആവശ്യത്തിനേക്കാൾ അധികം അവിടെ ഉള്ളത് ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനത്തെ ഗുഡ്സിനെയാണ് യു ക്യാൻ കോൾ ഇറ്റ് ആസ് സ്പെഷ്യാലിറ്റി ഗുഡ്സ്. ഇപ്പോൾ ഡയമണ്ട്, റൈറ്റ്? ഈവൻ ദോസ് ഇഫ് യു ആർ ഹാവിങ് ക്യാഷ്, നമുക്ക് കാശുണ്ടെങ്കിൽ കൂടി നമ്മൾ ചിലപ്പോൾ ഡയമണ്ട് വാങ്ങിക്കൊള്ളുന്നില്ല. ബിക്കോസ് സം പീപ്പിൾ ഡസ് നോട്ട് ലൈക്ക് ടു യൂസ് ഡയമണ്ട്, റൈറ്റ്? അപ്പോൾ ആൾക്കാർക്ക് ഡയമണ്ട് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ ദേ വിൽ പ്രിഫർ ടു ബൈ ഗോൾഡ് റാദർ ദാൻ ഡയമണ്ട്. മനസ്സിലായോ? അപ്പം ഇതിനൊക്കെ ഇങ്ങനത്തെ ഗുഡ്സിനൊക്കെ, ഇങ്ങനത്തെ സ്പെഷ്യാലിറ്റി ഗുഡ്സിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഫാക്ടർ കൂടി ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിലേ ആൾക്കാരത് വാങ്ങുള്ളൂ, അത് ഉറപ്പുള്ള കേസാണ്. ക്ലിയർ ആയോ? Now the last category in consumer goods is unsought goods. Unsought goods is നമ്മൾ സാധാരണയ്ക്ക് അങ്ങനെ വാങ്ങാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, അൺലെസ് ദർ ഇസ് ഹൈ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്കൊരു അവയർനെസ് ക്യാമ്പയിനൊക്കെ നടത്തി നമ്മളെ അവെയർ ചെയ്യുമ്പോഴാണ് നമ്മളിങ്ങനത്തെ പ്രൊഡക്റ്റ് വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുക, റൈറ്റ്? എസ്പെഷ്യലി ലൈക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നമ്മൾ സാധാരണ ഒരാൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും ആലോചിക്കുന്നില്ല. പക്ഷേ ഇവരുടെ പരസ്യം കണ്ട് നമുക്ക് തോന്നുക അത് ഇൻവെസ്റ്റ് ചെയ്താലോ. അതേപോലെ ഇൻഷുറൻസ് പോളിസീസിനെ കുറിച്ചും നമ്മൾ നോർമൽ കേസിൽ അങ്ങനെ ആലോചിക്കില്ല. ഇപ്പോൾ കൂടുതൽ ലൈഫിൽ റിസ്ക് വന്നപ്പോൾ ഇപ്പോൾ ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇൻഷുറൻസ് ഇസ് കൺസിഡർഡ് ടു ബി ആൻ അൺസോട്ട് ഗുഡ്സ്, റൈറ്റ്? വിച്ച് പീപ്പിൾ നോർമലി ഡസ് നോട്ട് തിങ്ക് ഓഫ് ബൈയിങ്, ബട്ട് ദേ ബൈ ബിക്കോസ് ഓഫ് സം പ്രഷർ ഓർ സം അഡ്വർടൈസ്മെൻറ്റ്സ്, അവെയർനെസ്, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ അൺസോട്ട് ഗുഡ്സ് വാങ്ങുക. ദീസ് ആർ ദ കൺസ്യൂമർ ഗുഡ്സ്. ക്ലിയർ ആയോ? നമ്മളിവിടെ പറഞ്ഞ ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് ഓഫ് പർച്ചേസ് ഇറ്റ് ക്യാൻ ബി കൺസ്യൂമർ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സ് ക്യാൻ ബി ഓഫ് 4 types. ഈ പറഞ്ഞ 4 types ആവാം. ആൻഡ് കൺസ്യൂമർ അല്ലെങ്കിൽ പിന്നെ അത് ഉള്ള ഗുഡ്സ് ഏതാണ്? ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആണ്. വാങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാവും? ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആണ് വാങ്ങുന്നത്. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഫോർ ഫർദർ പ്രോസസ്സിങ്. അത് കമ്പനീസാണ് വാങ്ങുന്നത്. അപ്പോൾ കമ്പനി വാങ്ങുന്നത് എന്തിനായിരിക്കും? വീണ്ടും യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ പർച്ചേസ് ഫോർ ഫൈനൽ യൂസ്. കൺസ്യൂം ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല, റീയൂസ് ചെയ്യുന്നതിന് വേണ്ടി വാങ്ങുന്നത്. ലൈക്ക് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത്, എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യുന്നത്, സ്പെയർ പാർട്സ് വാങ്ങുക. സ്പെയർ പാർട്ട് മാത്രം കിട്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, റൈറ്റ്? ഇപ്പോൾ ഒരു വണ്ടിയുടെ ചക്രം, റൈറ്റ്? അതല്ലെങ്കിൽ അതിൻ്റെ ഒരു നട്ട് ബോൾട്ട് സ്പെയർ പാർട്സ് മാത്രം കിട്ടിയിട്ട് ഒന്നും നമുക്ക് ചെയ്യാനില്ല. അത് യൂസ് ചെയ്ത് യു വിൽ ബി അപ്ലൈയിങ് ഇറ്റ് ഇൻ സം അതർ പ്രോഡക്റ്റ്, റൈറ്റ്? അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ
ഗുഡ്സ് എന്ന് പറയാം. നൗ സീ ദീസ് ആർ സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. റോ മെറ്റീരിയൽസ് ആയിരിക്കാം, ചില ഫാം പ്രോഡക്ട്സ് ഒക്കെ, റൈറ്റ്. ആൻഡ് മാനുഫാക്ചറിങ് മെറ്റീരിയൽസ്, സ്പെയർ പാർട്സ്, നാച്ചുറൽ പ്രോഡക്ട്സ്, ദീസ് ആർ ബീയിങ് യൂസ്ഡ് ഓർ അപ്ലൈഡ് ഇൻ സം അതർ പ്രോഡക്ട്സ്, റൈറ്റ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ നാച്ചുറൽ ക്രീമൊക്കെ നമുക്ക് കിട്ടുമല്ലോ, ഫേഷ്യൽ ക്രീംസൊക്കെ, അതിലൊക്കെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയും. ആ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ ഗുഡാണ്. അപ്പോൾ കാരണം എന്താ, അത് വാങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ട്, ഈ ക്രീമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ക്രീം എന്ന് പറയുന്നത് എന്തായി, കൺസ്യൂമർ ഗുഡായി. പറഞ്ഞ് മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളൊരു ഫേസ് വാഷ് വാങ്ങുകയാണ്, റൈറ്റ്. ഫോർ എക്സാമ്പിൾ ഹിമാലയ ഫേസ് വാഷ്. ഇഫ് യു ആർ ബൈയിങ് ഹിമാലയ ഫേസ് വാഷ്, അതിൽ പറയുന്ന കുറേ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ആ ഇൻഗ്രീഡിയൻസ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആണ്. പക്ഷേ ഈ ഫേസ് വാഷ് എന്ന് പറയുന്നത് എന്തായി, കൺസ്യൂമർ ഗുഡ്സ് ആണ്. കാരണം കൺസ്യൂമർ, നമ്മളാണത് വാങ്ങണം, നമ്മളത് കൺസ്യൂം ചെയ്യും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇവർ ചേർക്കുന്നു എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻസ്, വേപ്പോ വാട്ട് എവർ ഇറ്റ് ഈസ്, റൈറ്റ്, ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തായി, നാച്ചുറൽ ഗുഡ്സ് ആണ്. ദോസ് ആർ കൺസിഡർഡ് ടു ബി ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ക്യാൻ ബി റോ മെറ്റീരിയൽ ആയിരിക്കാം, സ്പെയർ പാർട്സ് ആയിരിക്കാം, ചില ഫാം പ്രോഡക്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നാച്ചുറൽ പ്രോഡക്ട്സ് ആയിരിക്കാം. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ക്ലാസ്. ദിസ് ഈസ് ഫോർ S2 BCom. The topics we covered today is how to create customer value, how to create value based on products, capturing value, right, and the classification of products. Okay, thank you.